ലോകം ഒരു വ്യാപാര യുദ്ധകാല സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഉദാരവൽക്കരണത്തിലൂന്നിയ ലോക സാമ്പത്തിക ക്രമത്തിന് നേതൃത്വം കൊടുത്തത് അമേരിക്കയായിരുന്നു. എന്നാൽ അതിന് തുരങ്കം വയ്ക്കുന്ന സാമ്പത്തിക നയത്തിലേക്ക് അമേരിക്ക നീങ്ങിയിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടം രണ്ടാം തവണയും അധികാരത്തിൽ വന്നതിനു ശേഷം സാമ്പത്തിക ബന്ധങ്ങളിൽ കടുത്ത തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരികയാണ്. നിലനിൽക്കുന്ന താരിഫിന് പുറമെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി തീരുവ ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. പരമ്പരാഗത മിലിറ്ററി സംഘർഷങ്ങളുടെ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ വ്യാപാര യുദ്ധമെന്നത് മാറുന്ന ലോകക്രമത്തിൽ പ്രതിസന്ധികൾ രൂക്ഷമാക്കും. ലോകം ആഗോളവൽക്കരണത്തിൽ നിന്ന് സാമ്പത്തിക സംഘർഷത്തിലൂന്നിയ ഒരു ലോകക്രമത്തിലേക്ക് ചുവടുമാറുകയാണെന്ന ചോദ്യം ഉയരുന്നു. വ്യാപാര യുദ്ധമെന്നത് പുതിയ പ്രതിഭാസമല്ലെങ്കിലും രണ്ടാം ട്രംപ് ഭരണകൂടത്തിന്റെ തീവ്രമായ വ്യാപാര നയങ്ങൾ അതിന് പുതിയ മാനം കൈവരുത്തിയിരിക്കുകയാണ്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങളാണ് വ്യാപാര യുദ്ധത്തിന് പുതിയ ദിശ കൈവരാൻ കാരണമായത്. അമേരിക്ക നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ മേധാവിത്വത്തിലുള്ള ലോക സാമ്പത്തിക ക്രമത്തിന് ചൈനയുടെ അതിവേഗ സാമ്പത്തിക വളർച്ച വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇത് അമേരിക്കയെ കടുത്ത തീരുമാനങ്ങളിൽ എത്തിച്ചുവെന്നതാണ് യാഥാർത്ഥ്യം. താരിഫ് നിരക്കുകളുടെ വൻ വർധനവ് കയറ്റുമതി ഇറക്കുമതി മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ആഗോളവൽക്കരണ കാലത്തെ ഉദാരവൽക്കരണ നയങ്ങളിൽ നിന്നുള്ള ശക്തമായ വ്യതിചലനമായി അതിനെ കണക്കാക്കാം. സ്വതന്ത്ര വ്യാപാരം എന്ന ഉദാരവൽക്കരണത്തിലൂന്നിയ ലോക സാമ്പത്തിക ക്രമത്തെ കാറ്റിൽ പറത്തുകയാണ് ഇവിടെ. അമേരിക്ക നേതൃത്വം നൽകിയ ഉദാരവൽക്കരണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ക്രമത്തിന് ഇനി എത്ര ആയുസുണ്ടെന്നത് കണ്ടറിയാം. ആഭ്യന്തര വിപണി പ്രതിസന്ധിയിലാകുകയും രാഷ്ട്രം സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ചെയ്യുമ്പോൾ കടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിക്കപ്പെടുക സ്വാഭാവികമാണ്. പല രാഷ്ട്രങ്ങളും ഈ അടുത്ത കാലത്തായി സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ശ്രീലങ്ക അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ അത് സമീപകാലത്ത് കണ്ടതാണ്. കടുത്ത മാന്ദ്യമൊന്നും നിലനിൽക്കുന്നില്ലെങ്കിലും അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്നത് വാസ്തവമാണ്. കഴിഞ്ഞ 3-4 US തിരഞ്ഞെടുപ്പുകളിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ സാമ്പത്തിക മേഖല തന്നെയായിരുന്നു. ചൈനയുടെ വളർച്ച അതിവേഗമാകുമ്പോൾ പല മേഖലയിലും അമേരിക്കയുടെ വളർച്ച താഴോട്ട് പോകുകയാണ്. അമേരിക്കയിലെ പണപ്പെരുപ്പ തോതും വർദ്ധിച്ചു വരുന്ന പൊതു സ്വകാര്യ കടങ്ങളും സാമ്പത്തിക മേഖലയിലെ വളർച്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നു. 2008-2009 കാലഘട്ടങ്ങളിൽ തുടക്കം കുറിച്ച ലോകമാന്ദ്യത്തിൽ നിന്ന് പൂർണ്ണമായി കരകയറുന്നതിന് മുൻപ് കോവിഡ് വന്നതോടുകൂടി ഒട്ടുമിക്ക രാഷ്ട്രങ്ങളുടെയും സാമ്പത്തിക മേഖല പ്രതിസന്ധിയിലായി. ഇത് അമേരിക്കയെയും ബാധിച്ചു. 2024 ഇലക്ട്രോണിക് വാഹനങ്ങളുടെ താരിഫ് US 100% വർദ്ധിപ്പിച്ചു. എന്നാൽ ട്രംപ് രണ്ടാമതും അധികാരത്തിൽ വന്നതോടെ ഈ നയം കൂടുതൽ വ്യാപിപ്പിക്കുന്നതാണ് കണ്ടത്. ലോക സാമ്പത്തിക ബന്ധങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന നയങ്ങളും തീരുമാനങ്ങളുമാണ് അമേരിക്ക നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നത്. വ്യാപാര യുദ്ധത്തിന് പലതരത്തിലുള്ള വിമർശനങ്ങളുമുണ്ട്. ആഭ്യന്തര ഉൽപാദനത്തിന്റെ ചെലവ് കൂടുമെന്നും അതുപോലെ പണപ്പെരുപ്പം വർദ്ധിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ വിപണിയിലെ ഉൽപ്പന്നങ്ങളുടെ കുറവ് വിപണിയിലെ ചോയ്സിനെ ബാധിക്കും. മത്സരത്തിൽ അധിഷ്ഠിതമായ വിപണിയെ അത് പിന്നോട്ടടിപ്പിക്കും. പ്രതിഫലനം എന്നോണം സാമ്പത്തിക മേഖല ഒന്നാകെ പിന്നോട്ട് പോകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒന്നാം ട്രംപ് ഭരണകൂടത്തെ അപേക്ഷിച്ച് രണ്ടാം ട്രംപ് ഭരണകൂടം വ്യാപാര നയം കൂടുതൽ തീവ്രമാക്കുകയാണ്. ആദ്യം ചൈനയുമായി ഉണ്ടായ തർക്കം പിന്നീട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വർദ്ധിച്ചു വരുന്ന വ്യാപാര കമ്മി നികത്താൻ ഇത് സഹായിക്കുമെന്ന് ട്രംപ് കരുതുന്നു. 2025 മെയ് മാസത്തിൽ അമേരിക്കൻ വ്യാപാര കമ്മി $71 ബില്യൺ ആണ്. ചൈനയ്ക്ക് മേലെ ഏർപ്പെടുത്തിയ തീരുവയ്ക്കുള്ള സ്വാഭാവിക പ്രതികരണം എന്ന നിലയ്ക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ചൈന കൂടുതൽ തീരുവകൾ ഏർപ്പെടുത്തി. ദ്രുതഗതിയിലുള്ള ചൈനയുടെ വളർച്ച അമേരിക്കയെക്കുറിച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. വ്യാപാര യുദ്ധമെന്നത് കേവലം കച്ചവട യുദ്ധം മാത്രമല്ല, ആഗോളതലത്തിൽ സാമ്പത്തിക, സാങ്കേതിക, ജിയോ പൊളിറ്റിക്കൽ തുടങ്ങിയ മേഖലയിലെ ലോക മേധാവിത്വത്തിന് കൂടിയുള്ള പോരാട്ടമാണ്. വ്യാപാര യുദ്ധം അമേരിക്കയുടെ എക്കാലത്തെയും സൗഹൃദ രാഷ്ട്രങ്ങളിലേക്കും നാറ്റോ അംഗരാജ്യങ്ങളിലേക്കും കൂടി വ്യാപിപ്പിച്ചു എന്നത് കാര്യങ്ങളുടെ സങ്കീർണത വ്യക്തമാക്കുന്നു. ജനീവ കരാർ നിലനിൽക്കെ തന്നെ ട്രംപ് അതൊക്കെ കാറ്റിൽ പറത്തി മെയ് 23 യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ഉൽപ്പന്ന കൈമാറ്റത്തിന് 50% താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പല രാജ്യങ്ങൾക്കും പ്രത്യേകം തീരുവ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് ട്രംപ് ഭരണകൂടം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രചാരണത്തിന് മുൻപിൽ നിന്ന് ട്രംപിന് വേണ്ടി പ്രവർത്തിച്ച മസ്ക് പിന്നീട് അദ്ദേഹത്തിന്റെ ഉപദേശകനായി മാറുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഭാവി എന്താകും? മസ്കിന്റെ പാർട്ടിക്ക് എന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ? പുതിയ പാർട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്നിങ്ങനെ ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകളും നയങ്ങളും ആഗോള രാഷ്ട്രീയത്തിൽ മാത്രമല്ല അമേരിക്കൻ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതാണ് വസ്തുത. സൗഹൃദ രാഷ്ട്രങ്ങളെ പോലും ശത്രു രാഷ്ട്രങ്ങളാക്കി മാറ്റുന്ന ട്രംപിന്റെ തലതിരിഞ്ഞ നയം അമേരിക്കയെ രക്ഷിക്കുമോ ശിക്ഷിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.